ഹലോ ഡിയർ, അപ്പം നമ്മുടെ പോളിനോമിയൽസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കുറേ പോളിനോമിയൽസ് തന്നിട്ടുണ്ട്, അതായത് ബഹുപദങ്ങൾ അല്ലേ. ഇതില്ലേ നമുക്ക് എക്സ് വെച്ചിട്ടുള്ള ബഹുപദങ്ങൾ അത് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്കിവിടെ പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് -1 ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ എടുത്ത് വരാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു പി ഓഫ് എക്സ് ബ്രാക്കറ്റിൻ്റെ അകത്ത് എക്സ് ആണ്, അതിന് പകരം ആരൊക്കെ വരണം, 0 വരണം, 1 വരണം, -1 വരണം അല്ലേ. നോക്കാം, ഇത് സിമ്പിളാണ്. പി ഓഫ് എക്സ് ഫസ്റ്റ് എന്ന് പറയുന്നത് 3x + 5 ആണ് അല്ലേ. അവിടെ പി ഓഫ് 0 കാണുക എന്ന് പറഞ്ഞാൽ പി ഓഫ് 0 ഈ ഒരു എക്സിൻ്റെ പകരം ആരെ കൊടുത്താൽ മതി, നമ്മുടെ 0നെ കൊടുത്താൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ 3x + 5 അതായത് 3 × 0 + 5 3 വരിക, 0 + 5 5 കണ്ടോ, ഇതാണ് വരുന്നത് കണ്ടോ. ഇനി പി ഓഫ് 1 ആണെങ്കിലോ, പി ഓഫ് 1 ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കണം. 3 × 1 + 5 എത്രയാണ് വരിക, 3 × 1 3 + 5 8 നോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പി ഓഫ് -1 ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് -1 കൊടുക്കണം. 3 × -1 + 5 അല്ലേ. എങ്ങനെ വരും, 3 × -1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -3 ആണ്, +5 -3 + 5 ഡിഫറെൻറ്റ് ചാർജുള്ള നമ്പേഴ്സാണ്. അവിടെ സബ്ട്രാക്ഷൻ ആണ് നടക്കേണ്ടത്. 5 - 3 2 ആണ്. 5ൻ്റെ സൈന് പോസിറ്റീവ് ആയത് കാരണം +2 തന്നെയാണ് കിട്ടുക. കണ്ടോ, ആൻസർ നമുക്ക് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പോളിനോമിയൽസ്. ഇതേപോലെ നമുക്ക് ഈ ഒരു എല്ലാത്തിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് -1, പി ഓഫ് 2 എല്ലാം തരും. പി ഓഫ് -2 ഏത് വന്നാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന മെയിനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. 3x² + 6x + 1 എന്നാണ് നമ്മുടെ പോളിനോമിയൽ അല്ലേ. അവിടെ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, 3xൻ്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ നമുക്കറിയാം അത് മൊത്തത്തിൽ 0 ആയിപ്പോയി അല്ലേ. 0² എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്, +6 × 0 0 തന്നെയാണ്. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, 1 മാത്രമേ ഉണ്ടാവുള്ളൂ, 1. ഓക്കെ, ഇനി പി ഓഫ് 1 ആണെങ്കിലോ 3x² 1² ആണ് അല്ലേ. അപ്പോൾ 3 × 1² + 6 × 1 + 1 എങ്ങനെ വരും, 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 ആകുമ്പോൾ സിമ്പിളാണ്, അതേ സെയിം നമ്പർ തന്നെ വരും. 3 + 6 + 1 നോ. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. പിന്നെ 10. ഓക്കെ, ഇനി പി ഓഫ് -1 വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, 3 × -1² അല്ലേ +6 × -1 + 1. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ -1² അതായത് 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ് ആൻസർ വരിക. പക്ഷേ ഈ -1² എന്ന് പറഞ്ഞാൽ മുകളിൽ ഈവൺ നമ്പർ ആണെങ്കിൽ ഈ മൈനസ് പോസിറ്റീവായിട്ട് മാറും. ഇനി മുകളിൽ ഓഡ് നമ്പർ ആണെങ്കിൽ, ഇവിടെ ക്യൂബ് കണ്ടോ, ഈ ഒരു ക്യൂബൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് വരുന്നതെങ്കിൽ x³ അതാണെങ്കിൽ അവിടെ ഓഡ് നമ്പറാണ് മുകളിൽ, അപ്പം മൈനസ് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇവിടെ പ്ലസ് ആയിട്ട് മാറി, അപ്പോൾ 3 എന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. +6 × -1 ഇവിടെ -1 ഉള്ളൂ, ഓഡ് നമ്പറാണ്, അതുകൊണ്ട് -6 + 1 അല്ലേ. നമുക്ക് കിട്ടിയ പ്ലസും മൈനസും മൈനസായിട്ട് പോയി. അപ്പോൾ 3 - 6 + 1 എന്ന് കിട്ടും. 3 + 1 4 -6 = സബ്ട്രാക്ഷൻ ആണ്. 6 വലിയ ആളുടെ മുന്നിലുള്ള സൈന് മൈനസ് ആയതുകൊണ്ട് -2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ വരാമെന്ന് പറഞ്ഞാൽ ഇതാണ്. കുറച്ച് ഓപ്ഷൻസ് തരാം, ഇതിലേതാണ് പോളിനോമിയൽ, അല്ലെങ്കിൽ പോളിനോമിയൽ ഏതാണ്, അല്ലെങ്കിൽ പോളിനോമിയൽ അല്ലാത്തത് ഏത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസൊക്കെ വരും. ഇവിടെ നമുക്ക് നോക്കാം, കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണത് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റിൽ കണ്ടിട്ടുള്ള x³ + 3x² + x എല്ലാം ഓരോ വേരിയബിളിനും ഡിഗ്രീസ് ഉണ്ട്, നമുക്കറിയാം അത് പോളിനോമിയലാണ്. ഓക്കെയാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഓക്കെ, പോളിനോമിയലാണ്. പക്ഷേ സെക്കൻഡ് വൺ നോക്കിക്കേ, 2x² + √x അല്ലേ, ഒരു വർഗ്ഗമൂലം അവിടെ വരുന്നുണ്ട് വേരിയബിളിന്. അപ്പോൾ ഈ ഒരു √x എന്തല്ല,
നമ്മളെ പോളിനോമിയൽ വരാൻ പാടില്ല, റൂട്ടുകൾ വർഗ്ഗമൂലം വരാൻ പാടില്ല. അതുകൊണ്ട് അത് എന്തല്ല, പോളിനോമിയൽ അല്ല. ഇനി സെക്കൻഡ് വണ്ണിൽ ഇവിടേക്ക് നമുക്ക് അറിയാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു 1/x വന്നിട്ടുണ്ട് അല്ലേ, റെസിപ്രോക്കൽ വിൽക്രമം വന്നിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതെന്തല്ല, അവിടെ പോളിനോമിയൽ അല്ല. അതേപോലെ തന്നെ ഫോർത്ത് വണ്ണിൽ എക്സിൻ്റെ മുകളിൽ എക്സ്പൊണൻ്റ് ഒരു ഭിന്നസംഖ്യയായിട്ട്, അതായത് ഒരു ഫ്രാക്ഷനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും പോളിനോമിയൽ അല്ല. അതേപോലെ തന്നെ നേരെ തിരിച്ച് ഒരു നമ്പറിൻ്റെ മുകളിൽ എക്സ് ഒരു എക്സ്പൊണൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതും പോളിനോമിയൽ അല്ല. അപ്പോൾ പോളിനോമിയൽ ഇത് മാത്രമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ.